പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അദ്ദേഹം കുറ്റവാളിയാണെന്ന രീതിയിൽ 17 വ്യക്തമായ തെളിവുകൊണ്ടൊന്ന് അറസ്റ്റ് ചെയ്ത പോലീസാണ്. അതിനുശേഷം അറസ്റ്റ് ചെയ്തതിനു ശേഷം തെളിവുണ്ടാക്കാൻ വേണ്ടി പരക്കം പായുന്നതാണ് നമ്മൾ കണ്ടത്, പൊതുസമൂഹം കണ്ടത്. ഈ കേസിന്റെ നാൾ വഴികൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ കേസിൽ ഒരു ചെറിയ കണിക പോലും ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ ഉൾപ്പെടുത്താനുള്ള ഒരു തെളിവില്ല. കാരണം കള്ളക്കേസ് ആയതുകൊണ്ട് തന്നെ ഇവരെങ്ങനെ തെളിവുണ്ടാക്കിയാലും അത് കോടതിയിൽ നിലനിൽക്കില്ല. മാധ്യമങ്ങൾക്ക് കൃത്യമായിട്ട് വേട്ടയാടാം, മാധ്യമ വിചാരണ നടത്താം. പക്ഷെ കോടതി എന്ന് പറയുന്നത് ഏതൊരു സാധാരണക്കാരന്റെയും ആശ്രയമാണ്. തെറ്റ് ചെയ്യാതെ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികത്വം അവസ്ഥ, അദ്ദേഹത്തിന് ഈ 8 വർഷം അദ്ദേഹത്തിനുണ്ടായ മാനഹാനിയും ഇത്രയും പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അദ്ദേഹത്തിനെ മോശക്കാരനാക്കാൻ പറ്റിയ ഈ വിടവ് എങ്ങനെ നികർത്തും? നമ്മുടെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് കോടതികളിലാണ്. ശരിക്കും ഒന്ന് ആലോചിച്ചേക്കുക, നമ്മളെല്ലാവരും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്പിനാരായണന് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ മാധ്യമ വേട്ടയ്ക്കും പൊതുജനങ്ങളെ നിർത്തി വിചാരണ നടത്തുന്ന രീതിയിലാണ് മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാം ഇന്നത്തെ ഈ ദിവസം കോടതി അത് ആരാണ് യഥാർത്ഥ ഇരയെന്ന് കേരള പൊതുസമൂഹത്തിനോട് മുമ്പിൽ അറിയിച്ചിരിക്കുകയാണ്. ഈ കരിയർ അല്ലെങ്കിൽ അദ്ദേഹത്തിനുണ്ടായ എല്ലാ രീതിയിലുള്ള നഷ്ടമുണ്ട്, മാനസികമായിട്ടുള്ളതും സാമ്പത്തികമായിട്ടും എല്ലാ രീതിയിലും ആ മനുഷ്യനെ ഇത്രയധികം വേട്ടയാടിയ കേരള ചരിത്രത്തിൽ ഇന്നുവരെ ഒരു മനുഷ്യനെ ഇതുപോലെ മാധ്യമ വേട്ട നടത്തിയിട്ടില്ല. മുഴുവൻ ചാനലുകളും, മുഴുവൻ ഓൺലൈൻ മീഡിയകളും. നമ്മുടെ ഒരു സഹോദരൻ ഒരു തെറ്റ് ചെയ്യില്ല എന്ന നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ നമ്മൾ ആ മനുഷ്യനെ സപ്പോർട്ട് ചെയ്യും. നമ്മളെ സപ്പോർട്ട് ചെയ്ത് വരുന്ന സമയത്ത് ഇവിടുത്തെ മാധ്യമങ്ങൾ എന്താ പറഞ്ഞത്? ദിലീപ് PR വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. ഇത്രയും കോടികൾ മുടക്കാൻ ഈ മനുഷ്യന്റെ കയ്യിൽ നിന്ന് എവിടെയാണ് പൈസ? ഇവിടുത്തെ സർക്കാർ എതിരായിരുന്നു, പോലീസ്, മാധ്യമങ്ങൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടിയും. അപ്പോൾ ഇതിനെല്ലാം അതിജീവിച്ച് ആ മനുഷ്യന്റെ നിരപരാധിത്വം തെളിയിക്കുന്നത് ആ മനുഷ്യൻ ഈ കേസിൽ 1% പോലും ഇതായിട്ടില്ല എന്നുള്ളതാണ്. അത് കോടതി തെളിയിച്ചു. നമ്മൾ വിജയിച്ചു അല്ലേ? അതെ.